ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ പാനപ്പക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ. ഇനി നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം തിരുപ്പതിയാണ്. അപ്പോൾ നമ്മളിനി പോകുന്നത് നെല്ലൂർ സൈഡിലേക്കാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടേക്കുന്ന കണ്ടു. നിങ്ങൾ പ്ലാൻ ചെയ്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥലം ഏതാണെന്നും അതിനെപ്പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് അവിടെയുള്ള ലൊക്കേഷനിലടുത്തുള്ള എന്തെങ്കിലും ഒരു സ്ഥലം കാണുക, അങ്ങനെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ പോകുക. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ ഞങ്ങളിപ്പോൾ 7ാമത്തെ ദിവസമാണ് കേട്ടോ. വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 6 ദിവസമായിട്ടുണ്ടാവും. അപ്പോൾ കുറേ പേര് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ടോൾ ബൂത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്കത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ നമ്മൾ നിന്നത് ഒരു ടോൾ ബൂത്തിന്റെ തൊട്ടിപ്പുറത്തുള്ള നമ്മുടെ ബാത്റൂമിന്റെ ഒക്കെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ വണ്ടി നിർത്തിയത്. ബാത്റൂം അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ക്ലീൻ ചെയ്ത് ചേച്ചിമാർ മടുത്തു. കാരണം എന്താ വെച്ചാൽ കുറേ സമയം അവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കല്ലേ. ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അപ്പോൾ വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വിജയകരമായിട്ട് നമ്മുടെ ഇത്രയും ദിവസം നമ്മളിവിടെ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ കുളിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തു, കുറച്ച് തുണികളൊക്കെ കഴുകി എടുക്കുകയൊക്കെ ചെയ്തു. മഴയാണ്, അതുകൊണ്ട് പ്രശ്നമായി. കഴുകിയ തുണിയൊന്നും ഇനി ഉണക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് പോകാവേ. അപ്പൊ നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇനി ഇവിടുന്ന് ചായ കുടിക്കാം അല്ലേ. ഇവിടെ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒരു കാര്യം എന്താ പറയുക, സ്വാമിമാര് അവര് വന്ന് എല്ലാരും കുളിക്കാണ്ട് പോവില്ല. അതെ, സ്വാമിമാർക്ക് പൊതുവെ അവര് അങ്ങനെയാണല്ലോ, വൃത്തിയുണ്ടോ, ഭയങ്കര ഇതാണ്. അവര് രാവിലെ കുളിച്ച് ചന്ദനവും ഇതൊക്കെ തൊട്ട് അങ്ങനെയൊക്കെയാണല്ലോ പോവാ. നമുക്ക് അവിടെ പോയി ചായ കുടിക്കാം. എവിടെ പോവാ? എവിടെ വേണമെങ്കിലും പോവാം. ഇവിടെ നിറച്ച് കടകൾ തന്നെയാണ്, ഫുള്ള് കടകളാ അല്ലേ. എവിടെ പോയാലും കുഴപ്പമില്ല. ചില ടോളിന്റെ അടുത്ത് ചെന്നാ ഒരു പച്ച വെള്ളം കിട്ടിയല്ല. പക്ഷെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് കടകളാ. നമുക്ക് ഇങ്ങോട്ട് പോയി എങ്ങോട്ടാ നിൽക്കാം? നമ്മൾ ചായ കുടിക്കാൻ നിർത്തിട്ടോ. വെള്ളം ഇവിടെ 20 ലിറ്ററിന് 20 രൂപ. നമുക്ക് കൈ കഴുകിയിട്ടേ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി എടുക്കാം അല്ലേ. മസാല ദോശ ഇവിടെ മസാല ദോശയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഒരു മസാല ദോശ വാങ്ങിയാൽ മതി. പൂച്ച, ചെറിയ പൂച്ച. എവിടെ ഇരിക്കാ? കണ്ണിന് നല്ല പ്രത്യേകത. എന്നാ തൂക്കിക്കോ. അതിന്റെ കണ്ണു നോക്കല്ലേ, നല്ല വൈറ്റ് കണ്ണ്. തൂക്കിയാലോ നമുക്ക് കൊണ്ടായാലോ. ഇനി അതിന്റെ കൂടെ ഒരു കുറവുണ്ട്, ഇവളെ തന്നെ നോക്കാൻ പറ്റത്തില്ല. ഞാൻ പൂച്ചേനെ കൂടി ഞാൻ നോക്കൂലോ. പിന്നെ നിന്നെ ആരും നോക്കും. മസാല ദോശ എങ്ങനെയുണ്ട്? നല്ല ചൂടായതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. മെല്ലെ തന്നാ മതി. കുഞ്ഞാറ്റിക്ക് പൂരി വേണമെന്ന് കുഞ്ഞാറ്റ് പറയാൻ കാരണം എന്താ അറിയോ, ഈ കിഴങ്ങ് കറി പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ കിഴങ്ങ് കറി കൊടുത്തില്ല. ഈ പൂരി ആ കിഴങ്ങ് കൂട്ടി കൊടുക്കാം. അവിടെ നിൽക്കുക, ഞാൻ തരാം. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടുന്ന് വെള്ളം കിട്ടി കേട്ടോ. 20 രൂപയാണ് 1 ലിറ്ററിനാ. 20 ലിറ്ററിന് 20 ലിറ്ററിന് നമുക്ക് 15 ലിറ്റർ കേട്ടോ. നമുക്ക് 15 ലിറ്റർ വെള്ളം വേണം. അപ്പൊ നമ്മളത് എടുക്കുകയാണേ. കുഞ്ഞാറ്റ നമുക്ക് തുറന്നു തരുന്ന ആള്. തുറന്നോ? എന്നാ 2-3 ദോശ കൂടുതൽ കഴിക്കേണ്ടി വരും. ഇങ്ങോട്ട് വേണ്ട മാറി. എത്ര രൂപയായി? 172 രൂപ. അത് 15 ലിറ്റർ വെള്ളം എടുത്തിട്ടോ. ഇന്നലെ ഇതേ കടയിൽ നിന്ന് ഞാൻ വെള്ളം എടുത്തത്. ഇവിടെ GST കുറഞ്ഞ് ഇവരൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ചോദിച്ച ആ ചെക്കൻ്റെ അടുത്ത്, അല്ല ഇതെങ്ങനെ ഇതില് 18 ഇതെങ്ങനെ 20 മേടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ കാണിക്കാം, GST കുറഞ്ഞൊന്നും അറിഞ്ഞില്ലേ. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നല്ല രസം. ഇതുണ്ടോ, 2 നില വീടോ. ഇവിടെ വലിയ വലിയ വീടുകളും ചെറിയ വീടുകളും ഒക്കെ ഉണ്ട് അല്ലേ. നമ്മളെ നമുക്കൊരു പണിയാ, തിരുപ്പതിയിൽ നമുക്ക് ഇതുണ്ട്, ഒരു സൂ ഉണ്ട്. അവിടെ ഒന്ന് കയറിയാലോ? നമ്മളിപ്പോ 2 ദിവസമായിട്ട് വെള്ളമായിട്ട് ബന്ധപ്പെട്ടല്ലേ കണ്ടോണ്ടിരുന്നത്. മൃഗങ്ങളെ ഒന്ന് കാണാം. കാട്ടില് നമ്മൾ നോക്കിയിട്ട് ആകെ മാന്യം മയിലിനെ പട്ടം പറത്തുന്നല്ലേ. കാണുന്നുണ്ടോ? കണ്ടോ? പക്ഷെ റോഡിലേക്ക് എത്തിയല്ലോ. വലിക്കുന്നുണ്ട്. നിറച്ച് മാവുന്തോട്ടാണല്ലേ. മാവുന്തോട്ട് ആന്ധ്രയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇതില്ലേ. അതും ഒരേ ലെവലിലാണല്ലോ ഈ മാവുകളൊക്കെ നിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അത് വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴേ നമ്മുടെ റോഡ് സൈഡിൽ വെച്ചിട്ടില്ല നമ്മൾ പറഞ്ഞാൽ അത് ഇതേപോലെ ഉരുണ്ട് നിൽക്കുന്ന ചെടി. അതിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും കായാവും. പൂത്തിട്ടുണ്ട് അല്ലേ? പൂത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ചെല്ലുമ്പോഴത്തേക്ക് കിട്ടുമെന്നറിയില്ല. ബേക്കിലെ മലയൊക്കെ നോക്കില്ലേ. കൊള്ളാം. അതൊക്കെ മറ്റേ ആ കല്ലാട്ടോ.
മറ്റേ സൈസ് കല്ല് നെല്ലിങ്ങനെ നന്നായിട്ട് പച്ച കളറിൽ നിക്കുക. ചില മാവുകളൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ. ആന്ധ്രയിലാണ് ഏറ്റവും കൂടുതൽ അരി ചെയ്യുന്നത്. അരി. അപ്പൊ നമ്മളങ്ങനെ ശ്രീ വെങ്കടേശ്വര സുവോളജിക്കൽ പാർക്കിന്റെ പാർക്കിങ്ങിലാണ് കേട്ടോ. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അപ്പുറത്താണ് സൂ വരുന്നത്, പാർക്കിംഗ് ഇവിടെയാണ്. അപ്പോൾ കുഞ്ഞാറ്റ കോഴീനെ കണ്ടപ്പോൾ അവിടെ ഇരുന്ന് കളി തുടങ്ങി. ആഹാ, ഉള്ളിലില്ല. അതെന്താന്ന് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാനിപ്പോ എങ്ങനെ പറയാ? എനിക്ക് തോന്നിയത് എന്തോ ഇവിടെ എന്തോ കളിക്കുന്ന എന്തോ സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്ന് വെച്ചാ ബാബു, നമുക്ക് ഉള്ളി പോയിട്ട് സിംഹത്തിനെ കൈപിടി. ആ, നിക്കി നിക്കി, വീഴല്ലേ. ഇവിടെ ഒന്നും പിന്നെ വെയിൽ ഇങ്ങനെ ആയിട്ടില്ലല്ലേ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ സൂവിന്റെ എൻട്രൻസ് കേട്ടോ. എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ. കുഞ്ഞാ, എന്താ കുഞ്ഞാ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ടിക്കറ്റ് കിട്ടി കേട്ടോ. വലിയവർക്ക് 70, കുഞ്ഞാറ്റയ്ക്ക് 30 രൂപ. 30 രൂപ ടിക്കറ്റ് ഒക്കെ എടുക്കാനുള്ളതായോ ഇത്? ഇല്ല, ഇവിടെ 3 വയസ്സ് തൊട്ട് ടിക്കറ്റ് വേണം. ആണോ? വണ്ടി കയറ്റാം, പക്ഷേ 750 രൂപ. അതിന്റെ ആവശ്യമില്ല അല്ലേ, നമുക്ക് നടക്കാം. ആൻസി, ഇതൊക്കെ എന്താന്ന് പറഞ്ഞിട്ട് നീ എന്നെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി പോണേ? എന്താ എനിക്ക് തോന്നുന്നേ, ഇവിടെ മദ്യപിച്ച് കയറാൻ പാടില്ല. ഇവിടെ ഈ സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. മദ്യപിച്ചൊന്നും കയറാൻ പാടില്ല. അതിന്റെ ഒക്കെ ഊതിക്കുന്നൊക്കെ ഉണ്ടാവും. എന്റെ അടുത്ത് ഊതാ, ഞാൻ ആദ്യം വിചാരിച്ചത് എന്തായിരിക്കും സംഭവം. ഇവിടെ സൈക്കിള് റെന്റിന് കിട്ടും, അതേപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്. സ്കൂട്ടർ എടുത്ത് പോകണോടി? എന്തിന്? 6 കിലോമീറ്റർ പോലും നടക്കാൻ പറ്റില്ല. അല്ല, 6 കിലോമീറ്റർ ഒക്കെ നടക്കാം. കുഞ്ഞാറ്റ നടക്കുമല്ലോ അല്ലേ? കുഞ്ഞാറ്റ ആഹാ, കുറച്ച് നടക്കാം, എന്നിട്ട് നമുക്ക് ആ വണ്ടി വിളിക്കാം. ഓ ആന്റി, ഇതിന്റെ അകത്ത് സാധനമുണ്ട്. കുഞ്ഞാറ്റ ആ സംഭവത്തിനെ കണ്ടോ? ഇതൊരു കുരങ്ങാണ്, കുരങ്ങ് വർഗത്തിൽ സാധനമാണ്. മറ്റേ ചിരിച്ചോണ്ടിരിക്കുന്ന സാധനമുണ്ട്, ഇതാണ് കേട്ടോ. ബാബൂൺ എന്ന് പറയുന്ന കുരങ്ങ് വർഗത്തിൽ പെട്ടതാണ് കേട്ടോ. എന്തോ തിന്ന ചക്കയാണോ എന്താന്നറിയില്ല, തിരിഞ്ഞു പോലും നോക്കണില്ല. ഞങ്ങള് പൈസ എടുത്തിട്ടല്ലോ നിന്നെ കാണാൻ വന്നേ. ഇച്ചിരി ജാട കാണിക്കാണ്ട് ഇങ്ങോട്ട് തിന്നോളാം. ഒരാളെ ഉള്ളൂ തോന്നുന്നല്ലേ? ജാട പാടില്ല. അതെ, നമുക്ക് അടുത്തേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾക്ക് കയ്യിൽ എല്ലാവർക്കും ഓരോ ബാഡ്ജ് കിട്ടിട്ടോ. അതായത് ഈ ബാറ്ററി കാറിന് അതെ 70 രൂപയും 50 രൂപയും. ഞങ്ങൾ അത് എടുത്തു കിട്ടോ. കാരണം എന്താ വെച്ചാൽ കുഞ്ഞാറ്റയ്ക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് അത് എടുത്തു കിട്ടോ. അതാകുമ്പോ നമുക്ക് പോകാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ അവളെയും കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 6 കിലോമീറ്റർ ഉണ്ട്. 6 കിലോമീറ്റർ ഞങ്ങൾക്ക് നടക്കുന്നതിന് കുഴപ്പമില്ല, കൊച്ചിന് ബുദ്ധിമുട്ട്. അപ്പൊ കൊച്ചിനെ കൊണ്ട് എടുത്ത് എനിക്ക് നടക്കാൻ എന്തായാലും പറ്റില്ല. അപ്പൊ ചേട്ടൻ തന്നെ എടുക്കുമ്പോ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് വണ്ടി എടുത്ത് പോകാം. നമുക്കതൊരു വേറെ സംഭവം കൂടി ഉണ്ട്. അതെ, ലയൺ സഫാരി. അതും കൂടി ചെയ്യാം. ഇതിലേറട്ടെ. ആദ്യമായിട്ടാണ് ഞങ്ങൾ വണ്ടി എടുത്ത് പോകുന്നത്. ഇവിടെ പക്ഷേ ഇത് എടുക്കുന്ന ലാഭം കേട്ടോ. എന്താണെന്നറിയോ, മറ്റേ നമ്മള് സ്കൂട്ടർ ഒക്കെ എടുത്താൽ 1 മണിക്കൂറിനാണ് 250. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ നിന്നാലും വേറെ പൈസ ഒന്നും കൊടുക്കണ്ടേ. ഈ 190 രൂപയുള്ളൂ. ഈ പയ്യനാട്ടോ വണ്ടി ഓടിക്കുന്നത്. ആ, ഇത് കൊള്ളാലോ. ആണോ? മാൻഡ്രിൽ എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട സാധനമാണ്. മാൻഡ്രിൽ ഏത് വണ്ടിയിൽ വേണമെങ്കിലും മറ്റൊരു പ്രത്യേകത. നടക്കാൻ കൂടുന്നത് എന്തെങ്കിലും ഞാൻ എടുക്കാന്ന് പറഞ്ഞ പോലെ വണ്ടി എനിക്ക് കയറ്റിയിടപ്പോ മാറ്റില്ലായിരുന്നു എനിക്ക്. അങ്ങോട്ട് നമ്മളെ വിടില്ല കേട്ടോ. അത് വെറ്റിനറി യൂണിറ്റ് ആണ്, അതായത് മൃഗങ്ങളുടെ പരിചരണം, ഹോസ്പിറ്റല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. ഒരു കുളമൊക്കെ ഉണ്ടല്ലോ. ശരിക്കും ഇതല്ലേ സുഖം. നടക്കാണ്ട് നമുക്ക് പിത്തം പിടിക്കും, അതാ പ്രശ്നം. ഇതിപ്പോ കൊച്ചുള്ളതുകൊണ്ട് എനിക്കെന്തായാലും കൊച്ചിനെ എടുക്കാനും പറ്റില്ല. അതേപോലെ ഇവിടെ നമുക്ക് സൈക്കിളും റെന്റിന് കിട്ടും. ഇലക്ട്രിക് വണ്ടികളൊക്കെയാണ് റെന്റിന് കിട്ടുക. 250 രൂപയാണ് ലയൺ സഫാരി. നമുക്ക് ലയൺ സഫാരി പോവാൻ 50-ഉം 30 ഉള്ളൂ. അത് നമുക്ക് എന്തായാലും പോവാം. നടക്കൂലേ? അത് ഈ ചേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞുതരും. എന്നിട്ട് നമുക്ക് അവിടെ ഇറങ്ങാം. ഇതിനകത്തേക്ക് നമ്മുടെ സ്വന്തം വണ്ടിയും കൊണ്ടും വരാം കേട്ടോ. സ്വന്തം വണ്ടിയും കൊണ്ട് വരുമ്പോൾ 750 രൂപയാണ്.
വാട്ടർ ബേഡ്സ് ആണ്. നമ്മുടെ താറാവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇറങ്ങി വേണമെങ്കിൽ കാണാം. ഇവിടെ മാൻ അല്ലേ, ഇറങ്ങി കാണുമ്പോൾ ചേട്ടനോട് വെയിറ്റ് ചെയ്യുന്നല്ലേ. ഈ ചേട്ടനല്ല, നമുക്ക് ഏത് വണ്ടിയിൽ വേണമെങ്കിലും കയറാം. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ സാമ്പാർ. സിംഹം കരയുന്ന ഇവിടെ കേൾക്കാം. ഇതാണ് സാമ്പാർ ഡീറാണ് കേട്ടോ. സാമ്പാറും ചോറൊക്കെ. അതെ, പുല്ലും തന്നിരിക്കുക. കൊറേ ഉണ്ടല്ലേ അങ്ങോട്ടൊക്കെ കേട്ടോ. ഇത് ഏരിയ നോക്ക്, ഇഷ്ടം പോലെ ഏരിയ ഉണ്ട്. ഇതേണ്ട ഇവർക്ക് എന്ത് വേണമെങ്കിലും കൊറേ ടൈം ഉണ്ട് ഇവർക്ക്. അതെ അതെ, ഇഷ്ടം പോലെ ഉണ്ട്. മൊത്തം നടന്ന് ആസ്വദിച്ച്. എനിക്ക് ടെൻഷൻ എന്താ പറയാ, വണ്ടി പോവാണോ? വണ്ടി പോവാലോ, നമുക്ക് സാമ്പാറിനെ കണ്ടിട്ട് പോവാലോ. സാമ്പാറൊക്കെ കഴിഞ്ഞ് രസം കാണാൻ പോവാം നമുക്ക്. അന്നേരം അവിടെ വണ്ടി ഉണ്ടാവും കേട്ടോ. അതെ, കുടിക്കണ്ടേ അപ്പോ? അത് വേണം. നല്ല തലയിൽ എന്താ ആരുവേപ്പാണല്ലോ ഉണങ്ങി. ചേട്ടേ തലയിലെന്താ? ഇങ്ങോട്ട് നോക്കിയേ, ഇത് ഞാൻ ഇപ്പോഴാണല്ലോ കാണുന്നത്. കുഞ്ഞാറ്റ പൊളിയല്ലേ അല്ലേ? അവിടെ എന്തോ ഉണ്ടല്ലോ. എന്താ പീക്കോക്കല്ലേ? പീക്കോക്ക് ഒന്നുള്ളത്. മയിലിന്റെ ചെറുത്. കുഞ്ഞാറ്റ ഇതെന്ത് കണ്ടാ പുറത്തിറക്കി വിടില്ല കേട്ടോ നമ്മളെ. ഇവിടെ കളഞ്ഞേര് ഇവിടെ വീണ് കിട്ടിയാണെങ്കിലേ. അപ്പൊ ഇനി നമ്മള് കുറച്ച് കിളിന്റെ ആൾക്കാരെ കാണാം അല്ലേ. ഇതെന്താ വെച്ചേക്കുന്നത് രസം. ഇവിടെ ഇതാണ് ആൻസി, ഓരോന്ന് കാണാൻ വേണ്ടി നമുക്ക് ഇറങ്ങി കാണാം അല്ലേ. ആ ചേട്ടനോട് കാത്തുക്കോ. എല്ലായിടത്തും ഇങ്ങനെയാന്ന് തോന്നുന്നു, നമ്മള് കണ്ടിട്ടില്ലല്ലോ. വാ, എന്താ ചൊറിഞ്ഞു തോന്നുന്നു. അമ്മേ, വൈറ്റ് പീക്കോക്ക്. ഇത് കൊള്ളാലോ. ഇത് കഴിഞ്ഞൊരു വൈറ്റ് കളർ പീക്കോക്ക്. പീഫൗൾ. ചെറുകൊന്നും അങ്ങോട്ട് നിർത്തി കാണിക്കാൻ നല്ല അല്ലേ. അങ്ങോട്ട് വിടർത്തുക. വൈറ്റ് പീഫൗൾ എന്നാണ് ഇനി പറയാ കേട്ടോ. പീക്കോക്ക് എന്നല്ല പറയാ. ഇങ്ങോട്ട് നോക്കിയേ, നല്ല രസമുണ്ടല്ലേ. ഇത് നമ്മുടെ ആള്. ആ മയില് കരഞ്ഞല്ലേ. ഇന്ത്യൻ പീഫൗൾ. എടി പീഫൗൾ എന്ന് പറയുന്നത് മറ്റേ ഇതാണ് മയില്. കുഞ്ഞാ അങ്ങോട്ട് വീഴും. അങ്ങോട്ട് കേറാൻ പാടില്ല കേട്ടോ. അവരവരുടേതായ പരിപാടികളിലാണ്. അവരൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞങ്ങൾ പൈസ കൊടുത്ത് നിങ്ങളെ കാണാൻ വന്നതാണ്. രക്ഷയില്ല മക്കളെ. ഇരിപ്പുണ്ട്, പക്ഷെ കാണുന്നു പോലും. ഇതാണ് സിൽവർ പെസന്റ്. ഇതായിരിക്കും. എല്ലാരും ഇങ്ങനെ ഉള്ളിൽ കൂടി കയറുന്നത്. ഇത് എങ്ങനെയൊന്ന് കാണും നമ്മളല്ലേ. നമുക്ക് വേണമെങ്കിൽ നമ്മള് കണ്ടോണെന്ന്. അത്രേ ഉള്ളൂ. രണ്ടും ഒരുമിച്ച് വെള്ളയുണ്ട് ഇതുകൊണ്ട്. വാ, ആ പീലിയൊന്നും നിവൃത്തി തന്നെ പൊളിച്ചാണ്. ഇതിനുള്ളിലൊക്കെ എന്തൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കാണുന്ന പോലില്ല. ഇനി എവിടെയാണോ എന്തോ. ഇവിടെ വന്ന് കിടക്കുന്നത് മടുത്ത് കിടക്കുവാണോ? വെയിലുള്ള കണക്കായിരിക്കും. വെയിലില്ലല്ലോ. ഇതെല്ലാം ഈ സാധനം തന്നെയാണല്ലോ എല്ലാത്തിലും ഒന്ന് തന്നെയാ. അതെന്ത് പണിയാ അതറിയില്ല. കോളം തയ്ക്കാനായിരിക്കും. കോളം തയ്ക്കാൻ എല്ലാത്തും മയില് തന്നെ തന്നെ ഇട്ടേക്കുക. ചോളമല്ല, കോളം. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് വല്ല പുറത്തേക്ക് ഇതുണ്ടോ. അതിൻ്റെ ഉള്ളിൽ ചേച്ചി നിന്നിട്ട് ചെയ്യുന്നുണ്ടോ. അതെ, നല്ല മല്ലിയിലയും ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് തോന്നുന്നല്ലേ. അത് ഇതിങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി കേട്ടോ. അത് കണ്ടെടുത്ത് വെക്കുന്നത് ഓരോന്നിനും തീറ്റ കൊടുക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. നല്ല മല്ലിയിലേന്റെ നല്ല മണം. ഞാൻ ആ മണം കേട്ടോണ്ട് ഇവിടെ നിന്ന് മണത്തോണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ലടി. ഇത് നമ്മുടെ വണ്ടി പോയി കയറിയാലോ. മല്ലിയിലേക്ക് ഇനി എന്തിനായിരിക്കും പിന്നെ ഇതിനുള്ളിലുള്ള ഈ കമ്പി ഉള്ളതുകൊണ്ട് കറക്റ്റ് ഒരു ക്ലിയർ ആയിട്ട് കാണാം. വ്യൂ കിട്ടൂല. നമുക്ക് വ്യൂ കിട്ടൂല എന്നേ ഉള്ളൂ. അല്ല, ക്യാമറയിൽ വ്യൂ കിട്ടില്ല, നമുക്ക് കിട്ടും. ഇതാണ് സാധനം. ഇനി നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോകാം അല്ലേ. അപ്പൊ നമ്മൾ ഇറങ്ങിക്കുന്നതാണ് ഇന്ത്യൻ ഗൗർ. അയ്യോ, ഓരോന്നിന്റെ സൈസ് ഉണ്ടോ. നമ്മളന്ന് ഊട്ടിയിൽ കണ്ട അത്ര വലിപ്പമൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ അത്ര വലിപ്പം ഫീൽ ചെയ്യുന്നില്ല. നല്ല രസമുണ്ട്. ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ എന്തുമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. എന്തായാലും പോവാം, അടുത്ത സ്ഥലത്തേക്ക് പോവാം. ആൻസി ഇറങ്ങിയില്ല വണ്ടിയിൽ നിന്ന്.
മാനസിക്ക് കാണണ്ട? ഊട്ടിന്ന് കുറെ കണ്ടോണ്ടാ? ആണോ? ഇതിന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഇവിടെ നിന്നാണോ ലയൺ സഫാരി തുടങ്ങുന്നത്? പോയിട്ട് വരാം അല്ലേ? ലൈൻ സഫാരി പോയിട്ട് വന്നു. റൈറ്റ് സൈഡ് కోడేరు ఉంటది. గుల్ఫు పాస్ ఆపోజిట్ లో డైరెక్ట్స్ ఉంటాయి. పాస్ నెక్స్ట్ పాయింట్ బ్యాటరీ వెహికల్. അങ്ങനെ വേറെ വണ്ടി. മാൻസി നിങ്ങൾ വരുന്നില്ലേ? വാ ഇറങ്ങി ഇറങ്ങി ചാടി ഇങ്ങോട്ട് ചാടി. നമുക്ക് സിംഹത്തെ കണ്ടിട്ട് വരാം. വാ എന്നിട്ട് നമുക്ക് വേറെ വണ്ടിയിൽ കയറി പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് വരുന്നത് അഡൽസിന് 50 പിള്ളേർക്ക് 30 കേട്ടോ. ഈ 5 വയസ്സുള്ള പിള്ളേർക്ക് 4 വയസ്സുള്ള പിള്ളേർക്കൊക്കെ എന്തിനാ അല്ലേ? എന്തായാലും നമുക്ക് ടിക്കറ്റ് എടുത്ത് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടികൾ കേട്ടോ. സൈഡ് ഗ്ലാസിൻ്റെ അവിടെയൊക്കെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ക്യൂവിലാണ്. ഈ കുഞ്ഞാറ്റ ക്യൂവിന്റെ നടുക്കൊക്കെ പോയിരിക്കുന്നത്. എവിടെ പോയി ചേച്ചി? ആള് മാറിപ്പോയി. ഓരോ വണ്ടി ഫുള്ളാന്നനുസരിച്ച് പോകുള്ളൂ അല്ലേ? അങ്ങനെ ബസ് ഫുള്ളായിട്ടോ. കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരെന്നാവും ചെറിയ അവസ്ഥ ഉണ്ടായി. ഞങ്ങൾ അവിടെ ഇരിക്കാൻ വേണ്ടി മുന്നേ ഇരിക്കാൻ വേണ്ടി നോക്കിട്ടോ. ആടി കയറി എവിടെ പോയി. അല്ല ഈ സൈഡ് മതി നമുക്ക് കാണുന്ന ഈ സൈഡ് പോയി നോക്കാം. അതെ ഇവിടെ എവിടെയായിട്ടായിരിക്കും ഉണ്ടാവുക? അത് എവിടെങ്കിലൊക്കെ കാണേണ്ടതാണ്. അതിനടുത്ത് അത് മറ്റേ കാട്ടി തീറ്റി കൊടുക്കാൻ വേണ്ടിട്ടാണോ? കുറച്ച് ഉള്ളിലേക്ക് എത്തുമ്പോഴായിരിക്കും ചിലപ്പോ കാണാല്ലേ. ഇതായിട്ട് കൊറേ മാനുകളും എല്ലാത്തിനും ഒരുമിച്ചാണല്ലോ ഇട്ടേക്കുന്നത്. വണ്ടിക്കകത്ത് ഫുള്ള് ബഹളമാണല്ലോ. ഇത് കൊറേ എണ്ണത്തിന് ഒരുമിച്ചിട്ടേക്കുന്നത് എന്തായിരിക്കും? എല്ലാ ഐറ്റംസും വിട്ടേക്കുവാണ് എല്ലാരും. ഒരു ഫോറസ്റ്റിന്റെ ആംബിയൻസ് കിട്ടാൻ ഈ വണ്ടി നിർത്തിയാ പോവാളോ കേട്ടോ. ഇങ്ങോട്ട് കാണുന്നുണ്ടോ? ഇതിന്റെ ഉള്ളിൽ കൂടി ഇടയ്ക്ക് ഇങ്ങനെ വണ്ടികൾ ഓരോന്നും ഇങ്ങനെ വരും കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു സിംഹത്തിന്റെ ഉള്ളിലാണ്. കുറഞ്ഞ ടൈമേ ഉള്ളൂ. അറിയില്ല. ഇത് കണ്ടോ പരിഷ്കാരി കൊച്ചി കുഞ്ഞാറ്റ കുട്ടി. ഓരോ വണ്ടി ഇറങ്ങി കയറുമ്പോ തന്നെ ലോക്ക് ആവുന്നുണ്ട്. അപ്പൊ തന്നെ അടയ്ക്കണം, അല്ലെങ്കിൽ എന്താ അറിയാ സിംഹന്റെ ചാടിപ്പോയി. ചേട്ടേ വந்தாச்சுடா ആളെ വந்தாச்சு. ഇപ്പുറത്തൊക്കെ ഉണ്ടാൻസി പക്ഷെ മുന്നിലേക്ക് എന്തിരുന്ന് കാണാൻ പറ്റുമോ? കണ്ടോ? ഞമ്മന് മടിയിലേക്ക് ഇരിക്കും അപ്പൊ കാണാം. അപ്പുറം സൈഡിലായിരുന്നു നമ്മൾ ഇരിക്കണ്ടേ. ഇവിടെയാ അതാ കണ്ടോ? ഇരിപ്പ് കണ്ടോ? ചെമ്പൊള്ള കാണുന്നില്ല ഒന്നും. കുഴപ്പമില്ല ഏറെക്കുറെയൊക്കെ ഈ സൈഡിൽ തലകുത്തി പറയുന്നല്ലേ. കണ്ടോ? സിംഹത്തിനെ കണ്ടോ? ഇവിടെ ഒരു സിംഹം ഉണ്ട് കേട്ടോ. ഒരു പുള്ളിക്കാരി. ഇനി അടുത്ത സ്ഥലത്തേക്ക് അതോ ഇത് കഴിഞ്ഞോ? 2 പേര് നമ്മൾ ആദ്യം കണ്ട കേട്ടോ. ആദ്യം നമ്മൾ വലിയ ക്ലിയർ കിടപ്പ് നോക്കില്ലേ രാജകീയമായിട്ട് കിടപ്പ് പൊളിച്ച് അതാ നശിപ്പിച്ച്. കണ്ടോ ആൻസി? കണ്ട് നോക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കുമല്ലേ. അവിടെ എടുത്ത് നിൽക്കുന്നു പക്ഷെ ഗ്രില്ല് ഇങ്ങനെ നിൽക്കുന്നു നമുക്ക് മനസ്സിലാവുന്നു. കോൺക്രീറ്റ് വഴിയെല്ലാം കഴിഞ്ഞാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര നേരം ഉള്ളൂ. ഓരോ വണ്ടി ഓട്ടോമാറ്റിക്കലി ഡോർ അടയുന്നത്.
കുഞ്ഞാറ്റെ സിംഹത്തെ കണ്ടോ? അത്ര സന്തോഷമൊന്നും ആയില്ല, കാരണം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ വണ്ടിക്കകത്ത് ഇടിച്ചു കുത്തി ആളെ കയറ്റി പോയാൽ പിന്നെ എങ്ങനെ? എന്നാലും ഏറെക്കുറെ ഒക്കെ കാണാൻ പറ്റി. ചില വണ്ടിയിലൊന്നും ആളെ ഇല്ലാണ്ടൊക്കെ പോകുന്നു, നമ്മുടെ വണ്ടിയിൽ കുറച്ച് ആള് കൂടിപ്പോയി. അതിനിടയിൽ കുമ്മൻ അടിക്കാൻ ഓരോരുത്തന്മാര് വരികയും ചെയ്യും. 10 മീറ്റർ പോയാൽ നമ്മുടെ ബാറ്ററി വണ്ടി വരും. അങ്ങോട്ട് പോയി 10 മീറ്റർ കഴിഞ്ഞ് വണ്ടി കയറാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇന്ത്യൻ വോൾഫ് കിടപ്പുണ്ട് കേട്ടോ. പക്ഷേ ആശാൻ ഇവിടെയും കാണാനില്ല. ആശാൻ എവിടെ കിടക്കുന്നുള്ളത് അറിയണമെങ്കിൽ മഷി ഇട്ട് നോക്കേണ്ടി വരും. കണിയാനെ കൊണ്ടുവരേണ്ടി വരും. എവിടെറാ? ഇവിടെ ഒന്നുമേ ഇല്ല. ഇവിടെ ഒന്നുമില്ല. പക്ഷെ നമ്മള് എന്തൊക്കെ പറഞ്ഞാലും സിംഹത്തെ ഇത്ര അടുത്ത് ആദ്യമായിട്ടല്ലേ നമ്മള് കാണുന്നത്. സാധാരണ എല്ലാം അകലെ കൂടിന്റെ അകത്ത് കിടക്കുന്നത്. ഇതിപ്പോ നമ്മുടെ വണ്ടീന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. പക്ഷെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. ഇനി എന്താ കാണാനുള്ളേ? ഇനി വണ്ടി വരുന്നോടെ വരെ വെയിറ്റ് ചെയ്യണം അല്ലേ? ഇനി വണ്ടിയിൽ ബാറ്ററി കാറിന്റെ അവിടെ പോയി നിൽക്കാം. ഓക്കെ. ഈ ഒരു സൂവിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇതിൽ നമ്മുടെ വണ്ടിയും കൊണ്ട് തന്നെ വന്ന് കേറി ഇങ്ങനെ ഫുള്ള് നടന്ന് കാണാം. അത് രാവിലെ കയറ്റിയ വൈകുന്നേരം ഇറക്കിയാൽ മതി. പക്ഷെ 700 രൂപയല്ലേ? 750 രൂപ കേട്ടോ. വിത്ത് ഡ്രൈവർക്ക് പൈസ കൊടുക്കുകയും വേണ്ട, ഫ്രീയാ. ഓ, നമ്മൾ ഓടിക്കാൻ പാടില്ല? അല്ല, നമ്മൾ തന്നെ ഓടിക്കാം. പക്ഷെ നമുക്ക് അതില് വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഫ്രീയാ. 750 രൂപ അതിൽ പെടും. അപ്പൊ കൂടെ കൊച്ചു മരത്തിൽ കയറുന്നു, പുളി പറിക്കാൻ കയറുന്നായിരിക്കും. അത് മറ്റേ നമ്മുടെ ആ ചേട്ടന്റെ വണ്ടി ഓടിച്ച ചേട്ടന്റെ മക്കളാ. മറ്റേ പിള്ളേരല്ലേ? ഇതിന്റെ അകത്തെ തത്തകൾ കിടപ്പുണ്ട്. നമുക്ക് തത്തകളെ കണ്ടിട്ട് ഇവിടുന്ന് ഭയങ്കരമായിട്ട് ഇത് കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അത് കടുവയാണ്, കടുവ. അതെവിടെയാ? അത് നമ്മളെ കൊണ്ടുപോയിരിക്കും. വാ, മെല്ലെ ഇറങ്ങ്. നല്ല രസമുണ്ടല്ലേ കാണാൻ? പക്ഷെ വീഡിയോയിൽ കാണുന്നില്ല. രസം പോരാ. വാ, അപ്പുറത്തൊന്ന് പോയി നോക്കാം. ഒറ്റ ഇതാണ് സാധനം. ഈ തത്തയാണ് കേട്ടോ. പക്ഷെ കാണുന്നില്ല. ഒരെണ്ണേ ഉള്ളോ? ഇവിടുന്നാണ് ഒരു വല്ലാത്തൊരു കരച്ചിൽ ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. ആന കരയണ പോലെ കരയണ. എന്തോ ആണ് കേട്ടോ. മക്കാവോ. അത് തന്നെ, മൗക്കല്ല. വായിച്ചു വരുമ്പോഴത്തേക്കും വേറെ ഇവിടുത്തെ മനുഷ്യന്മാരെ കാണില്ല. തുറച്ചു നോക്കാം നമ്മളെ. ഏതവനാടാ അത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. കുഞ്ഞാറ്റെ ഇതെന്താ? എണ്ണാൻ, മലയണ്ണാൻ. ആക്റ്റീവ് ആണല്ലോ ആള്. ആള് ഇച്ചിരി ആക്റ്റീവ് ആട്ടോ. ഇത് മാത്രം ഇവിടെ കണ്ടിട്ടുള്ളൂ. സിംഹങ്ങൾ വരെ വെറുതെ അവിടെ ചൊറിയും കുത്തി കിടക്കുന്നുണ്ട്. പുള്ളി പൈസക്കുള്ള ജോലി ചെയ്യുന്നുണ്ട്. എല്ലാരും എന്റെ വീഡിയോ എടുക്ക. എന്താ ഞാൻ കുറച്ചും കൂടി പോസ്റ്റ് ചെയ്യട്ടെ? എന്താണ് പരിപാടി? എന്താ പുള്ളി എന്താ പറയുന്നത്? ഹോമം വേണം. എന്താണ് പരിപാടി? എന്താണോ ഇതാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ആഫ്രിക്കയിലെ അല്ലേ? ഇതാണ് സംഭവം. ഇത് കൊള്ളാല്ലേ? ഇതാണ് അലക്സാണ്ട്രിയൻ പാരറ്റ്. പക്ഷെ നല്ല രസം, കൊക്കൊക്കെ കാണാന് രസമുണ്ട്. കുറെ എണ്ണം ഉണ്ട്. ഇവരെന്തോ മിഠായി ഒക്കെ കൊടുത്തു കേട്ടോ. അതിന് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതുങ്ങളത് തിന്നുന്നു. ചത്തു പോകുന്നല്ലേ പറയുന്നേ? ഞാനൊരിക്കലും ചെയ്യരുത്. പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ പൈസ കൊടുക്കാണ്ട് മാത്രല്ല, കംപ്ലൈന്റ് ഫൈൻ കിട്ടും. ഞങ്ങളൊക്കെ നല്ല പൊടിച്ച് കോലുമിഠായൊക്കെ തിന്നുന്നിട്ട് ഇവിടെ ഇരുന്ന് പറഞ്ഞു. അവര് കൊടുത്തതാ. സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണമാണല്ലോ. ഇത് റോസ് റിംഗ്ഡ് പാരറ്റ്. എന്തൊക്കെയത്? ആപ്പിള്, ഓറഞ്ച്, പിന്നെ ക്യാപ്സിക്കമൊന്നുമല്ല, പേരക്ക, കപ്പളങ്ങ, തക്കാളി, എല്ലാ സാധനമുണ്ട്. ഒരു കൊച്ചു നടക്കുന്നുണ്ട്. അങ്ങോട്ട് വിടപ്പാ, ഞാൻ നടക്കട്ടെ. ഇവിടെ അത് തന്നെയാണല്ലോ. ഇത് നമ്മുടെ ലവ് ബേർഡ്സ് അല്ലേ? ആൽബിനോ. എന്തോ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിന്നല്ലേ. മല്ലിയിലേനെ മണ വരുന്നത്. മല്ലിയില. അപ്പൊ ഇനി നമുക്ക് വണ്ടി കയറി പോവാം. വണ്ടി വരുന്നോടെ ഒരു വെയിറ്റ് ചെയ്യണം. ചുമ്മാ ചുറ്റിയപ്പോ തന്നെ മടുത്തല്ലേ? കുറഞ്ഞ് വീഡിയോ കാണിക്കാൻ കുറഞ്ഞതേ ഉള്ളെങ്കിലും സ്ഥലവും കുറേ ഉണ്ട്. ചുമ്മാ കാലിയായി കിടക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട്, അല്ലാത്ത കുറെ സ്ഥലങ്ങളുണ്ട്. 6 കിലോമീറ്റർ ഉണ്ട്. മറ്റേത് നമ്മള് 2.5 കിലോമീറ്റർ ഒക്കെ പോവാറുണ്ടായിരുന്നുള്ളൂ. ഗോവയിലൊക്കെ വെച്ച് പോയത് ഓർമ്മയില്ല. നമ്മള് വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ നമ്മുടെ വണ്ടിയില്. നീ പുറത്തേക്ക് കൈയിടുമ്പോ മരക്കമ്പിലൊന്നും പോയി ഇടിക്കല്ലേ? ഫോൺ താഴെ പോകൂലേ?
കുഞ്ഞാറ്റെ മടുത്തു തോന്നുന്നു. സത്യം പറഞ്ഞാൽ കൊച്ചു വെള്ളം കുടിച്ചു പോയി. എന്തെടുത്തിട്ടാണോ എന്തോ. ഇവിടുന്ന് അങ്ങോട്ട് ടൈഗറാണ് ടൈഗറാണുള്ളത്. പിന്നെന്താ വൈറ്റ് ടൈഗറിന്റെ അടുത്ത് നിക്കാന്നോ? വൈറ്റ് ടൈഗറിന്റെ അടുത്ത് അടുത്ത പോയിന്റ് ഉണ്ട്, അവിടെ നിന്ന് വണ്ടി കയറാം. ഓക്കെ, ഉറങ്ങുക അല്ലേ? ഒരു ലെപ്പേഡ് അവിടെ കിടപ്പുണ്ട്. നമുക്ക് ഞങ്ങൾ നേരെ നോക്കിയിട്ട് തന്നെ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് കാണുന്നില്ല. അപ്പൊ ക്യാമറ കൂടി എന്തായാലും കാണില്ലെന്ന് ഉറപ്പാ. നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കാം, കാണുമോ? അപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ടോ നോക്കാം. ആശാൻ പിന്നെ പൊക്കത്തൊക്കെ കേറിയിരിക്കുന്നു. അതെ, വാലിങ്ങനെ അനങ്ങണുണ്ടോ? വാല് മാത്രമല്ല, കണ്ണുണ്ട്. എന്നെ നോക്കി പേടിപ്പിക്കാൻ നിക്കണ്ട. കണ്ണ് അനങ്ങണില്ലടേ. ഇത് ബംഗാൾ ടൈഗർ ആണോ? ഇവിടെ ബംഗാൾ ടൈഗർ ഉണ്ട്. ഇവിടുത്തെ ആണെങ്കിലും വേണ്ടില്ല, അനങ്ങണില്ല എന്തായാലും. അയ്യോ, ഞാൻ ഇവിടെ തിരിഞ്ഞു കിടക്കട്ടെ. ഒന്ന് പോയടാ, നിങ്ങളുടെയൊക്കെ ഒരു വിളി. ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല, ശല്യപ്പെടുത്തരുത്. അതേ കളിച്ച് ഞങ്ങള് പുലിമുരുകനെ കൊണ്ടുവരുവേ. ഭാഗ്യ ആൻസി, ഇതിനെങ്കിലും ഒന്ന് മര്യാദക്ക് കാണാൻ പറ്റി. നമ്മുടെ കേരളത്തിൽ ഏത് സൂയി ചെന്നാലും വയനാട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ഒരുത്തരെങ്കിലും ഉണ്ടാവും. ഞങ്ങളോട് കൂട്ടിനായ ആൾക്കാരൊക്കെ തന്നുവിടാന്ന്. കൂടുതൽ കുറെ എണ്ണം ബാക്കി കിടക്കണ്ടായിരുന്നു. വാലിളക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഒന്നും മിണ്ടാണ്ട് കൈ പൊക്കി കാണിക്കുന്ന പോലെയാണോ? ആയിരിക്കും. വാല് മാത്രം ഇറങ്ങാല്ലേ, ബാക്കി കിടന്ന് ഉറങ്ങുക. കുറച്ചും കൂടെ വലിപ്പം കാണാട്ടോ ഇങ്ങോട്ടും കൂടെ നോക്കുമ്പോ. അത് ഏറ്റു നിന്നാലേ അതിന്റെ കറക്റ്റ് വലിപ്പം കിട്ടുള്ളൂ. ഒറ്റ ഒരെണ്ണുള്ളൂ അല്ലേ കൂട്ടില്? വിസിലടിച്ചാന്നും വരില്ലല്ലേ? എനിക്ക് വയ്യ, ക്ഷീണ. ഈ പെൺകടുവേന്റെ സൗണ്ട് ഇട്ട് കൊടുത്താലോ? വേണ്ട വേണ്ട വേണ്ട, പോവാ. ഇവിടുത്തെ മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് മാത്രല്ല, മറ്റേ ആ കല്ലില്ലേ, ഇതൊരു കല്ല് പറയൂല, ആ കല്ല് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെ ഉണ്ട്. ഇവിടുന്ന് കുറെ കൂടെ നടക്കണം കേട്ടോ നമുക്ക്. ഇത് നമ്മള് ബാറ്ററി വണ്ടിയിൽ വന്നിട്ടും നടന്ന് ഉപ്പാട് തിരിച്ചല്ലോ. അപ്പൊ ചേട്ടേ, ബാറ്ററി വണ്ടി അല്ലാണ്ടെങ്ങാനും ഇരുന്നെങ്കിൽ നിങ്ങൾ കുടുങ്ങിയാനേട്ടോ. ഞാൻ കുടുങ്ങിയാനെ ഇപ്പോഴേ നിങ്ങളുടെ തലയില. ഇപ്പൊ തന്നെ ഞാൻ പെട്ട്. വെള്ള ടയർ എല്ലാം കൂർക്ക വലിച്ച് കിടന്നുറങ്ങാണല്ലോ. കറക്റ്റ് ടൈമിൽ നമ്മൾ വന്നേ. അതെ, എല്ലാം ഉറങ്ങുക. ഒറ്റ ഉറങ്ങ പോലും ഇല്ല ഉറങ്ങാത്തായിട്ട്. വാലനങ്ങുന്നുണ്ട്, വാലും കാലും. ഒച്ച ഉണ്ടാക്കിട്ടോ, നേക്കട്ടെ. നല്ല ഒച്ച ഉണ്ടാക്കിട്ടോ. സുഖിച്ചങ്ങനെ കിടന്നുറങ്ങണ്ട. ഇവിടുന്ന് കല്ലെടുത്ത് എറിഞ്ഞാലോ? നമുക്കൊരു പണി ചെയ്യാം, ഇവിടെ ഇരിക്കാൻ പുള്ളി കേൾക്കുന്നോളം വരെ. അതെ, കുറച്ചു നേരം റെസ്റ്റ് കൊടുക്കാം. ഒന്ന് തല പൊന്തിച്ച് നോക്കുകയാണേ. തല നോക്കിയിട്ട് അങ്ങോട്ട് തന്നെ കിടക്കാൻ കാണുവാൻ തോന്നടി. സ്വപ്നം കാണുവാൻ തോന്നുന്നു. സ്വപ്നം കണ്ടായിരിക്കും. ആരോ വന്നു. അതേപോലെ തന്നെ കിടന്നാലോ? വെറും മടിയന്മാരോടെ ഉള്ള എല്ലാരും. അതിനെ കണ്ടിട്ടേ എനിക്കും കിടന്നുറങ്ങാൻ തോന്നുന്നു. വെറും മടിയില്ലേ? എന്ത് സുഖല്ലേ, എന്തെങ്കിലും അറിയണം. സുഖ ജീവിതം. ചുമ്മാ ഇങ്ങനെ കിടന്നാ മതി. എല്ലാരും ഫുഡ് കൊണ്ട് കൊടുക്കുന്നു, അത് ഇന്നും അവിടെ കിടന്നുറങ്ങുന്നു. എല്ലാരും അതിനെ കാണാൻ ഇങ്ങോട്ട് വരും. അതെ, ഇനി പോവാ നമുക്ക്. ഇപ്പൊ ഞങ്ങള് വണ്ടീന്റെ ബേക്കിലാട്ടോ ഇരിക്കുന്നേ. നല്ല രസമുണ്ടല്ലേ? എങ്ങനെയുണ്ട് ചേട്ടേ? കൊള്ളാല്ലേ? ഫ്രണ്ടിലേക്കാട്ടോ ആൾക്കാരൊക്കെ. സ്വപ്പം കൊള്ളാം. അപ്പൊ അങ്ങനെ ഞങ്ങള് വീണ്ടും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേട്ടോ. ഇവിടെ എവിടെയോ ഹൈനയൊക്കെ ഉണ്ട്. ഇതിൽ തന്നെയാന്ന് തോന്നുന്നു ഹൈന അല്ലേ? ഹൈന. പക്ഷെ കോമഡി എന്താന്ന് വെച്ചാൽ അതിനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും കാണാൻ പറ്റില്ല, വെറുതെ ഇവര് നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടും. ഒരു കാര്യം. പക്ഷെ നമ്മളിപ്പോഴേ എന്തോരം ദൂരം നടന്നല്ലേ? ഈ വണ്ടി മനസ്സിലായില്ല. ഈ വണ്ടി എന്തിനാന്ന് മനസ്സിലായില്ല. ഇവിടെ നടന്ന് മടുത്ത് കഴിയുമ്പോ അവിടെ പോയി അങ്ങോട്ട് വണ്ടി കയറി അങ്ങ് പോയാൽ മതി. അപ്പൊ അടുത്ത സ്ഥലത്തെത്തും. അറിയില്ല, പോയിട്ടൊരു മൈന പോലും ഇല്ലല്ലോ ഇതിന്റെ അകത്ത്. എവിടെയെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടോ? ആദ്യം കണ്ടുപിടിക്കണം എവിടെയാണ്. ഈ കിടന്ന് വാലാട്ടുന്നതാണ് ഹൈന. എല്ലാരെയും വാലിനെന്തോ കൈവശം ആരോ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം ആട്ടുന്നുണ്ട്, വേറെ ഒന്നുമില്ല. അവിടെ കുഞ്ഞാറ്റാണെ കണ്ടുമില്ല. കുഞ്ഞാനെ കണ്ടോ? പിന്നെ ആൻസി ഇവിടെ വരികയാണെങ്കിൽ ഇതിന്റെ അകത്തൊരു കുറുക്കൻ വോൾഫ് ഇരിപ്പുണ്ട്. കുറുക്കനോ? കുറുക്കനല്ലേ പറയാ? എഴുന്നേറ്റിരിക്കുന്നു. ഭാഗ്യം ഇവൻ അതാ കിടന്ന്. എന്റെ വീഡിയോ എടുക്കും അല്ലേ? എന്നാ ഞാൻ കിടന്നേക്കാം. കാട്ടുപന്നി. കാട്ടുപന്നി ഒന്ന് പോയി നോക്കാം. കുഞ്ഞാറ്റെ നിന്നെ കുത്തും കേട്ടോ, കുത്തും. ഇവിടെ വേറെ ഉണ്ട്. കുഞ്ഞാറ്റേ നിങ്ങൾ എങ്ങോട്ടാ പോണേ? കള്ളയും പിള്ളകളും. കുഞ്ഞാറ്റ എങ്ങ വന്നേ? നീ എങ്ങോട്ടാ? അത് കുത്തും കേട്ടോ.
നിങ്ങൾ അയച്ചു വിട്ടേക്കുന്നെന്ന് തോന്നുന്നു. ആ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യില്ലാത്ത കൂട്ടരാ. അതാ ഒന്നും പറയാൻ പറ്റില്ല. വന്നാ ഒന്ന് തൊട്ട് നോക്കായിരുന്നു അല്ലേ. ബാ ബാ അമ്മയും മക്കളും ആണെന്ന് തോന്നുന്നു. ബാ ബാ വേണ്ടേ ചിലപ്പോ കുത്തിയാലോ തേറ്റയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഞാൻ അവിടെ കിടക്കും, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. വാ ഓടി ഞങ്ങള് കുഞ്ഞാമ്പോ പോണ്ട. ആ കറുത്ത് കാണുന്നത് കഥകല്ല കേട്ടോ, അതാണ് കരടി. ചാടി കയറില്ല. ഏയ് പുള്ളി അങ്ങനെ വരില്ല എന്ന് തോന്നുന്നു. പുള്ളി പോകാനുള്ള പരിപാടിയാണോ? പുള്ളി കയറി പോകാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. കുറച്ചും കൂടെ കണ്ടാലോ അല്ലേ. ഈ കാണുന്നതാണ് സ്ലോത്ത് ബിയർ. പുള്ളി എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. കയറി പോകാനാണോ, കയറി കിടന്ന് ഉറങ്ങാനാണോന്ന് എനിക്ക് സംശയം. എന്തോ മണം പിടിക്കണ്ടല്ലോ. കുഞ്ഞാറ്റേനെ മണം കേട്ടോ പിടിക്കുന്നേ. സൂക്ഷിച്ചോ, ഇങ്ങോട്ട് വരുമോ അത്. ഇതേ വരുന്നുണ്ടോ, കുഞ്ഞാറ്റനെ പിടിക്കാൻ വരുവാ. ഇങ്ങോട്ട് വരി നീ കാണാമായിരുന്നല്ലേ. ആ കൂട്ടിന്റെ അവിടെ നിന്ന് ഈ കൂട്ടിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അത് ആ കൂട്ടിലെന്തോ ഫുഡ് അവിടെ കിട്ടാന്ന് തോന്നുന്നു. അതാ കണ്ട കയറുന്നേ. ഇവിടുന്ന് അപ്പുറത്തേക്ക് കയറാൻ പറ്റത്തില്ല. ഒരു സമയമൊക്കെ ഉണ്ടാവും ഇത്ര ഏരിയ തന്നെ അല്ലേ. അതിന് മാത്രം നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പൊ അടുത്ത് നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിനെ കാണാൻ പോവാണ് കേട്ടോ. പക്ഷേ എവിടെ ഇതിൽ വെള്ളം പോലും ഇല്ലല്ലോ. ആ ഇവിടെ ഉണ്ട്. ഓ എല്ലാരും വെള്ളത്തിലാണെങ്കിലും കിടന്ന് ഉറങ്ങിയാ മതി കേട്ടോ. എന്താ നല്ല സുഖം വെള്ളത്തിൽ കിടന്ന് ഉറങ്ങിയ. കൊള്ളാം. ആ ഏക്ക് അങ്ങോട്ട് രക്ഷയില്ല മക്കളെ, എണീക്കൂല. ഓ അതിന്റെ അടിയിലൊരെണ്ണം ഉണ്ട് കേട്ടോ. അടിയിൽ ചെറുതൊരെണ്ണം ഉണ്ട്. അത് വെള്ളം എയറൊന്ന് വലിക്കാൻ വേണ്ടി ഇടയ്ക്ക് പൊങ്ങി വന്നേക്കുക. അത് ഏറ്റവും തന്നെ നിൽക്കുന്ന കിടക്കുമല്ലോ കേട്ടോ. വെള്ളത്തിൽ പൊന്തി കിടക്കുക. ഉള്ളു പൊള്ളയാ, മറ്റേ മാത്തുക്കുട്ടീനെ പോലെ. മറ്റേ എന്തേ ഇവിടെ 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 ഈ സൈഡ് നോക്ക്. അത് കണ്ടോ ഒരു സാധനം കിടക്കണ കണ്ടോ. ഇനി ഹിപ്പോപ്പൊട്ടാമസ് കണ്ടോ. എന്താ കുഞ്ഞാറ്റെ, എന്താ എങ്ങനെ എന്താ സാധനം? ഹിപ്പോപ്പൊട്ടാമസ്. ഇവിടെ ഈ ഒരു ഏരിയ കണ്ടോ, അനുസരിച്ച് ഒരു പ്രത്യേക വൈബ് അല്ലേ. മൊത്തം മരം അങ്ങനെ സംഭവം രസമുണ്ട്. ആ എന്താണാ ആ കാര്യം? ഇവിടെ കുഞ്ഞാറ്റ വണ്ടി ഉന്തണേ. അപ്പൊ ആൻസി ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇവിടുന്ന് അങ്ങോട്ട് നോ എൻട്രിയാ. തിരിച്ച് വണ്ടി വരും. ഇവിടെ നീ വണ്ടി തിരിച്ചു പോകും നമ്മൾ വന്ന വഴി തന്നെ. ആ അതെ നിൽക്കുന്ന നമ്മുടെ ആനക്കുട്ടന്മാര് മൂന്നെണ്ണുണ്ട് അല്ലേ. കുഞ്ഞാറ്റ ഇതെന്ത് ആനക്കൊമ്പോ? അതിനെന്താ പറയാ? ആനക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? പേരറിയായിരുന്നു, ഒന്ന് വിളിച്ചു നോക്കായിരുന്നല്ലേ. ഡാൻസ് കളിക്കണോ നമുക്ക്? കുമ്പിയാനയാ കൈ ഇട്ട് ആട്ടി കളിക്കുന്നത്. 1 2 3 4 ഉണ്ട് അല്ലേ. ഞാൻ അപ്പുറത്തെ വന്ന് കാണാം. ഡാൻസ് ഇവിടെ കറക്റ്റ് ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇതിൽ കൂടി ഇങ്ങനെ കൈയിടാം. ഹലോ അതിന് കൊമ്പ് മുറിച്ചു വിട്ടേക്കും അല്ലേ. ഇത് ആ ലാസ്റ്റിക്ക് തന്നെ. അത് നല്ല തലയെടുപ്പുള്ള സാധനം അല്ലേ. അതിനുള്ളിൽ എന്താ കൊറേ കസാരയും മേശയൊക്കെ ഇട്ട് വെച്ചിരിക്കണേ. അവിടെ പോയി ഇരിക്കാൻ പറ്റുമോ ഇനി? അതിലൂടെ വരും. നമുക്ക് പറ്റില്ല, അവിടെ ജോലിക്കാരൊക്കെ ഉണ്ട്. അവരിയ്ക്കുന്നതായിരിക്കും. താനെങ്ങോട്ടോടോ വലിഞ്ഞു കയറുന്നേ? അത് പുളിയല്ല എന്റെ കൊച്ചേ, പുളി എല്ലാം പുളി. അത് പുളി വിട്ടൊരു കളിയില്ല കൊച്ചി. അതിന്റെ ഉള്ളില് വേറൊരു ആനയും കൂടി ഉണ്ട് കേട്ടി. അതിന്റെ അങ്ങുള്ളില് അതിപ്പോ എങ്ങനെ കാണാൻ ഒരു കൊമ്പനാന. എനിക്കൊന്ന് മെരിക്കുന്ന സ്ഥലമായിരിക്കും. ഒന്നല്ല ഇത് ഫുള്ള് ഫോറസ്റ്റ് തന്നെയല്ലേ. അല്ല എന്തുകൊണ്ട് നമ്മുടെ മുത്തങ്ങയിൽ ഇതൊക്കെ ചെയ്തൂടാ? ഞാൻ ആലോചിച്ചത്. ഇതിനേക്കാളും കൂടുതൽ ആനിമൽസ് അവിടെ ഇല്ലേ? കടുവയോ സിംഹമില്ല, കടുവയൊക്കെ ഇല്ലേ? കൊരങ്ങും കുഞ്ഞ് കടുവയും പുലിയൊക്കെ നമുക്കുണ്ട്. ആന ഇഷ്ടം പോലെ വലിഞ്ഞു കയറുന്നു. നോക്കിയേ
എന്തൊക്കെയാ കാണിക്കണ കണ്ടുപിടി. അടുത്ത വണ്ടി വരുന്നേക്ക് പോണെങ്കി മതി. വേമാ ഇനി നടക്ക്. എന്തേ കൊച്ചമ്മ മടുത്താ? വാ. ആ കുറച്ച് വെള്ളം കുടിക്ക്. വെള്ളമില്ല. നമുക്കിനി മുതലേനെ കണ്ടിട്ട് വരാം അല്ലേ? ഇത് അങ്ങനത്തെ ഒരു പേടിയില്ല, അങ്ങനത്തെ ഒരു വികാരമുള്ള അതാണ് മുതല കേട്ടോ. ചേട്ടി എന്താ 500 രൂപ. 500 ചോട്ട് നമ്മള് ഇതിവിടെ കളിക്കാനും കൊണ്ട് വാങ്ങിയതോ ഞാറ്റ്. എടി ഇവിടെ മുകളിലുണ്ടടി. നിങ്ങടെ വാ നടക്ക്. കടിക്കും കേട്ടോ. അത് കടി മേടിച്ചോണേ. കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നത്. നമുക്ക് അങ്ങനത്തെ വിഷയമൊന്നും. എന്താ എങ്ങോട്ട്? മുതലേന്റെ തന്നെ പല വെറൈറ്റിയാണ്. ഇത് കണ്ടോ, ഈ കിടക്കുന്ന സാധനം കണ്ടോ? ഈ കിടക്കുന്ന സാധനം ഒരു സാധനമാണ്. ചെറുതല്ലേ? ഇനി ഇതില് അങ്ങോട്ട് പോയാൽ അവിടെ ഒരെണ്ണം കാണുന്നുണ്ട്. അവിടെ എവിടെ? അപ്പുറത്താ? അങ്ങോട്ട് പോവാ. അത് 100 രൂപ അല്ല, 500 രൂപ. ആ കടയിലൊന്നും കൊണ്ടേ കൊടുത്തേക്കല്ലേ, അടി കിട്ടും അടി. പിന്നെ മുട്ടായി. അവള് ജീവിക്കുന്നതേ മുട്ടായി മേടിക്കാൻ. ഭക്ഷണം കഴിക്കാനാണ് ബാക്കിയുള്ള പിള്ളേർക്ക് പറയാം. അവർക്ക് മാത്രം മുട്ടായി മതി. ഈ വെള്ളത്തിൽ കിടക്കണ കുഞ്ഞാറ്റേ, ഈ മുതലകളുടെ ഈ സൈഡിൽ കിടക്കണ വെള്ളത്തില്. എന്റെ മോളെ, ഇതൊരു മാതിരി എന്തോ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഫീൽ. അവിടെയൊക്കെ കുറേ എണ്ണം കിടക്കുന്നുണ്ട്. കുറച്ചും കൂടി അപ്പുറത്തേക്ക് നിന്നാ കുറച്ചും കൂടി ഭംഗി. മീനുകളെയൊക്കെ കൊടുത്തിട്ട് വേണ്ട. അത് കണ്ടോ ആൻസി? എവിടെ? ഇതിന്റെ മുമ്പിൽ മീനുകൾ കിടക്കുന്നുണ്ടോ? ഇത് കണ്ടോ? ആ മീനുകളൊന്നും വേണ്ട. വാ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി കുറച്ച് അപ്പുറത്തേക്ക് നിന്നോ. നമുക്ക് കുറച്ചും കൂടി വൃത്തിയിൽ കാണാം. കുഞ്ഞാറ്റെ മുതലേ പിടിച്ചോണ്ട് പോകും നിന്നെ. അല്ല, ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാരും കണ്ട നല്ല അടിയും കൂടി കിട്ടും. ആൻസി, ഈ കിടക്കുന്ന മുതലുകളെ നോക്ക്. 3 സാധനല്ലേ. അതൊക്കെ നമ്മൾ ഈ ടിവിയിൽ കാണുമ്പോൾ മുഴുപ്പറിയില്ല അതിന്റെ. ഇത് പക്ഷെ അധിക സാധനങ്ങൾ തിന്നുമോ? അല്ല, ഇതിന്റെ അറ്റം ചെറിയൊരു ഇതേ ഉള്ളൂ. വാ മടുത്ത് കിടക്കുക പാവങ്ങൾ. ബാക്കി മീനാണ് നമ്മള് മറ്റേ കോന്നിയിലൊരു ഇതില് കണ്ടപ്പോ പേര് വിളിച്ചപ്പോ വന്നത് കണ്ടില്ലേ? അതേ പറഞ്ഞ സാധനം പോലെ ഉണ്ട് അല്ലേ? പക്ഷെ ഇത് നല്ല മുഴുപ്പുണ്ട് കേട്ടോ. പോവാം. ഈ വീഡിയോ ഞാനേ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അയച്ചു കൊടുക്കും. നിന്നെ പിടിച്ചോണ്ട് പോട്ടെ. നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമല്ലേ? അടിപൊളി സ്ഥലം. അപ്പൊ ഇതാണ് ലാസ്റ്റ് പോയിന്റ് കേട്ടോ. നമ്മൾ തിരിച്ച് മടുത്ത് ശരിക്കും. ഈ ബഗ്ഗിയിലും കൂടി നമ്മൾ ടിക്കറ്റ് എടുത്തില്ലായിരുന്നു എന്ത് ചെയ്തേനെ അല്ലേ? തേഞ്ഞേനെ, ശരിക്കും തേഞ്ഞ. കുഞ്ഞാറ്റക്ക് 500 രൂപ കിട്ടി കേട്ടോ. നമുക്ക് ഇനി നേരെ എൻട്രൻസിന്റെ അവിടെ ചെന്നിട്ട് കാണാം. എന്തായാലും സംഭവം സൂപ്പറല്ലേ ആൻസി? സംഭവം അടിപൊളി. കോരങ്ങന്മാരൊക്കെ ഒരു സൈസ് അല്ലേ? താഴെ പോകുമ്പോഴാണ് അറിയുള്ളൂ. ഇതൊക്കെ നമ്മുടെ നാടൻ കുരങ്ങല്ലേ? ആ ചേട്ടൻ അവിടെ വരുമ്പോഴത്തേ ആൾക്കാരൊക്കെ ഇറക്കി. നമ്മളെ ഇറക്കാത്ത എന്താ? നമ്മുടെ ചേട്ടൻ അങ്ങനെ വലിയ തിരക്കുള്ള ആളാ. അങ്ങനെ നമ്മള് സൂ ഒക്കെ കണ്ട് ഇറങ്ങി കേട്ടോ. ശ്രീ വെങ്കടേശ്വര സൂ. അതെ, തിരുപ്പതി. സൂര്യന്റെ കണ്ണാടി വെച്ച് മറന്നുപോയി. 5532 ഏക്കർ ഉണ്ട് ഇത്. 1987 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അത്ര ഏക്കർ ഉണ്ടല്ലേ? നടക്കാനെങ്ങാനും പോയിരുന്നെങ്കിൽ തീർന്നേ. അതായത് സാധാരണ നമ്മൾ ഓരോ സൂവിൽ കയറുമ്പോ 2.5 കിലോമീറ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് 6 കിലോമീറ്റർ വൺ സൈഡ്. പോയാലല്ല, നമുക്ക് മെല്ലെ പോവാ അല്ലേ? ചൂടോ, നെൽപ്പാടങ്ങൾ കാണാൻ അടിപൊളിയായല്ലോ അല്ലേ? അതെ, ഇനി അങ്ങോട്ട് കൊറേ നെൽപ്പാടങ്ങൾ നമുക്ക് ഇതുപോലെ കാണാം. ഇപ്പുറ സൈഡും ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രിയായി തുടങ്ങിയല്ലേ? ഇന്നലത്തെ പോലെ ഒരു നല്ല സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു ഇന്നും. പമ്പ് എന്തായാലും കിട്ടില്ല, അത് വേറൊരു കാര്യം. അത് വേറൊരു കാര്യം എന്താ അറിയോ? ആദ്യം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് ഇന്ത്യൻ ഓയിലിനാണ്. ഇന്ത്യൻ ഓയിൽ നിർത്താൻ പോലും സമയമില്ല. അതെന്താ? എക്സസൈസ് ചെയ്യുന്നുള്ളൂ. ഞാൻ വെച്ച് പുള്ളി എന്തി കാട്ടണേന്ന്. ഇന്ത്യൻ ഓയിലാണ് ഇപ്രാവശ്യം. ഒട്ടും നിൽക്കാനും പറ്റില്ല, ഒട്ടും വൃത്തിയും ഇല്ലാത്തത് ഇന്ത്യൻ ഓയിലാണ്. ഇപ്പം പഴകും തോറും
എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമല്ലോ അല്ലേ.